ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു പേടി സ്വപ്നം കണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ചാടി എണീക്കുക. അപ്പം ചാടി എണീറ്റ് ഭയങ്കര വെപ്രാളത്തോടു കൂടി പറയുകയാണ്, അവളുടെ കല്യാണം കഴിഞ്ഞായിട്ട് ഞാൻ സ്വപ്നം കണ്ടെന്നൊക്കെ പറയാം. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദിന്റെ കൂടെയുള്ളവർ സംസാരിക്കുകയാണ്, നീ എന്തിനാണ് പേടിക്കുന്നത്? അവരുടെ കല്യാണം നടക്കില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ദിലീപ് മീഡിയക്ക് മുഴുവനും മുന്നിൽ പറഞ്ഞതല്ലേ കല്യാണം നടക്കില്ല, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന്. പിന്നെ എന്തിനാണ് ഗംഗ നീ ഇങ്ങനെ പേടിക്കുന്നത്? എന്നാലും സ്വപ്നമാണെങ്കിലും അവളുടെ കല്യാണമല്ലേ, സ്വപ്നത്തിൽ പോലും അവളുടെ കല്യാണം കാണാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെയാണ് കല്യാണം കാണിച്ചിരിക്കുന്നത്. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാനായിട്ട് പാടില്ലടാ. എനിക്കാകെ ടെൻഷനായിട്ട് പാടില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ ഗംഗ? ഇനി നിന്നെ പേടിച്ചിട്ട് അവരാരും ഈ ഒരു സാഹസത്തിന് മുതുങ്ങൂല, അത് ഉറപ്പാണ്. നീ ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ വല്ലയിടത്തും കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. കുറേ അലഞ്ഞു തിരിഞ്ഞതാണല്ലോ. എടാ, സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ലടാ. നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു കോഫിയോ അല്ലെ ചായയോ തട്ടുകടയിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എടാ ഗംഗ, അത് റിസ്ക് ആയ കാര്യമാണ്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പിടികൂടും. പോലീസ് മുഴുവനും ചുറ്റുപാട് നടക്കുക. കാരണം ദിലീപിൻ്റെ അച്ഛനെ കൊന്നിട്ടാ നീ ഇപ്പോൾ വന്നിപ്പോൾ ഒളിവിൽ താമസിക്കുന്നത്. അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കിരണാണെങ്കിൽ പുറത്താണ് എപ്പോഴും, നിന്നെ തേടി തന്നെ നടക്കുക. ഒരു കണക്കിന് അവൻ്റെ കയ്യിൽ നീ പെട്ടുപോയതാണ്. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇനിയും പോയി അവൻ്റെ വലയിൽ ചാടി കൊടുക്കണോ? അതിൻ്റെ കാര്യമൊന്നുമില്ല. നിനക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം. നീ ചായ കുടിച്ചോ? എന്താ ഇട്ട് തരണോ എന്ന് ചോദിക്കുമ്പോഴേക്ക് വേണ്ട, എൻ്റെ ഒരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ്. നീ ആവേശമൊന്നും കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇനി ദിലീപിൻ്റെ കല്യാണം നടക്കണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവും. നിൻ്റെ സ്വപ്നത്തിൽ കണ്ടത് അവൾ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, അവൾ തന്നെയാണ്. അവളുടെ കഴുത്തിലാണ് അവൻ താലി കെട്ടിയത്. അത് ഞാൻ വ്യക്തമായിട്ട് സ്വപ്നം കണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ പോലും അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൾ നശിച്ചു കാണണമെന്നാ എൻ്റെ ആഗ്രഹം. നീയേ കിടന്ന് ഉറങ്ങാൻ നോക്കും, നല്ല തണുപ്പാണ്, അതുകൊണ്ട് പുതച്ചു മുടി കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അവിടെ കിടക്കുമ്പോഴും ഗംഗാപ്രസാദിനാണെങ്കിൽ ആകെ ഭയങ്കരമായിട്ടും വൈരാഗ്യവും വാശിയൊക്കെ കൂടി ഇങ്ങനെ വരികയാണ്. ഇനി എങ്ങാനും അവരറിയാതെ വല്ല കല്യാണം നടത്താൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ഗംഗാപ്രസാദിൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കാർത്തിക നല്ല ഉറക്കത്തിൽ. അപ്പോഴാണ് അലാറിന് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. കാർത്തിക ചാടി എണീക്കുകയാണ്. അപ്പോൾ കല്യാണി എണീക്കുകയാണ് എൻ്റെ ഒപ്പം തന്നെ. ചേച്ചി സമയമായല്ലോ ചേച്ചി. ഏതായാലും എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഒരു കാര്യം ചേച്ചി കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. വേണ്ട കല്യാണി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം എണീറ്റ് പോയില്ലേ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി കുറേ ഇരുന്ന് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഉറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. പിന്നെ എനിക്ക് ഉറക്കം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം പോക്കാണ്. പിന്നെ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, ഒരു ഊർജ്ജം ഉണ്ടാവില്ല. ചേച്ചി അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. കല്യാണപ്പന്തലിരിക്കുമ്പോഴേ ഉറക്കം തൂങ്ങിക്കളയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഒന്ന് പോ കല്യാണി, അങ്ങനെയൊന്നും ഉറക്കം തൂങ്ങാനായിട്ട് പോകുന്നില്ല. അതെ, ഇന്ന് ചേച്ചിയുടെ കല്യാണമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കണം, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണത്തിന് ആരും ഇല്ലല്ലോ കല്യാണി. എൻ്റെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് പേര്, അതേപോലെ തന്നെ ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്നും ദിലീപേട്ടൻ്റെ വീട്ടുകാരും പിന്നെ കൂട്ടുകാരും, അത്രയും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി. ചെറിയൊരു ഓഡിറ്റോറിയമൊക്കെ അല്ലേ, അപ്പോൾ അവിടെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഗംഗാപ്രസാദ് ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആഡംബരമായിട്ട് കല്യാണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചത്. ഏതായാലേ പെട്ടെന്ന് വാ, നമുക്ക് പെട്ടെന്ന് റെഡിയാവണം എന്നൊക്കെ പറയാം. അങ്ങനെ ഇവരവിടെ നിന്ന് എണീറ്റ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ്. അപ്പോൾ ദിലീപിനെ ആണെങ്കിൽ ഒരുക്കാണ് എല്ലാവരും കൂടി ചേർന്നിട്ട്. ഒരുക്കി കഴിഞ്ഞപ്പോഴും വേണ്ട, അധികം അങ്ങോട്ട് ഒരുക്കാനൊന്നും നിൽക്കണ്ട, അല്ലെങ്കിലേ പ്രശ്നത്തോട് പ്രശ്നം തന്നെയാണ്. ഇനി കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട, ആഡംബരമില്ലാത്ത കല്യാണമല്ലേ, ഇത്രയൊക്കെ മതി. എന്നാലും ഇവിടെ ഒരു കല്യാണമാണല്ലോ, അപ്പം കല്യാണത്തിന് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. എന്ത് കാര്യങ്ങൾ ചെയ്താലും നേരത്തെ പോലെ അങ്ങനെ കൂടുതൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല. ഒരുത്തനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. എടാ ഗംഗ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ കല്യാണമാണെന്ന്. അവൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ മാത്രമോ, നാട്ടുകാർക്ക് പോലും അറിയില്ല. നമ്മൾ ഒളിച്ചും പാത്തൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവനറിയാനൊന്നും പോകുന്നില്ലെന്നേ.
ഈ കല്യാണം നിങ്ങളുടെ നടക്കുക തന്നെ ചെയ്യും. അതെ, ഈ കല്യാണം നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് നടക്കും. ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. അതിന് ഒരു തടസ്സവും സംഭവിക്കില്ല. അവൻ വരട്ടെ. ഇനി അഥവാ അറിഞ്ഞ് അവൻ വന്നാലും അവൻ ഇനി പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അതേടാ, ഞങ്ങളുടെ കണ്ണും ഇനി ചുറ്റുപാടുണ്ടാ. ഇനി അവൻ നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും ഇടൂല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി കാർത്തികയുടെയും നിന്റെയും കല്യാണം കഴിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അതേടാ, എൻ്റെ അച്ഛനെ കൊന്നിട്ട് പോയവനാ. അവൻ എനിക്ക് വെറുതെ വിടാനായിട്ട് പറ്റില്ല. അവൻ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവനെ വെട്ടി നുറുക്കും ഞാൻ. ആ ഒരു ദേഷ്യം എൻ്റെ മുന്നിലുണ്ടാ. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ സാഹസത്തിന് ഞാൻ ഒരുങ്ങാത്തത്. എനിക്ക് അവനെ കൊല്ലാനുള്ള അരിശുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണം. എല്ലാവർക്കും അതേപോലെ തന്നെയാണ്. എടാ, ഗംഗാപ്രസാദിനെ പലരും പലയിടത്ത് പിടിച്ചും പിടിക്കാൻ പോയിട്ട് പോലും അവനെ കിട്ടിയിട്ടില്ല. അവൻ ജയിലിൽ വരെയും ചാടി. അപ്പോൾ പിന്നെ പോലീസുകാർക്ക് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയും ദിവസമല്ലേ. എന്നിട്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചോ? കിരണിൻ്റെ കയ്യിലും അവനെ കിട്ടിയതാ. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? കിരണിൻ്റെ കയ്യിൽ നിന്നവരവനെ എസ്കേപ്പായി. അപ്പേ അവൻ ഇച്ചിരി ആയുസ് കൂടുതലാടാ. നമുക്കും അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കിരൺ എന്നെ വിളിച്ചായിരുന്നു. കിരൺ വിളിച്ചിട്ടേ നീ ഒരുങ്ങിയോ എന്നൊക്കെയാണ് കിരൺ എന്നോട് ചോദിച്ചത്. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നെ കാർത്തികയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് കിരൺ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് വരണം, ആ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുമാണ് കിരൺ പറഞ്ഞിരിക്കുന്നത്. അവർക്കും ടെൻഷൻ ഉണ്ടാ. എനിക്ക് ഈ ഒരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പരമാവധി പറഞ്ഞു നോക്കിയതാ. പക്ഷെ ഞാനല്ലേ എല്ലാത്തിൽ നിന്നും മുന്നോട്ട് നിന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇനി ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഒരുങ്ങി നമുക്ക് കല്യാണ പന്തലിലേക്ക് പോകണമെന്നും പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രകാശനും അതേപോലെ തന്നെ മൂങ്ങാമുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ പ്രകാശനോട് പറയണം, എടാ പ്രകാശ, അധികം താമസിയാതെ ഇനി കാർത്തികയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നത് നിനക്ക് കാണാം. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ മൂത്ത മോളുടെ കല്യാണം നടക്കാനായിട്ട് പോവാണ്. ആ ഒരു സന്തോഷം വേണ്ടേ? എന്നാലും എൻ്റെ അമ്മേ, എനിക്ക് കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഗംഗാപ്രസാദിൻ്റെയൊക്കെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം അവൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക. എടാ, അതെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാ? അവ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം കാർത്തികയുടെയും ഈ ദിലീപിൻ്റെയും കല്യാണം വീണ്ടും നടക്കാൻ പോവാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അറിയാത്തടത്തോളം കാലം പേടിക്കണ്ട. പിന്നെ കാർത്തിക കിട്ടാൻ പോകുന്നതേ ഒരു നല്ലൊരു ചെറുപ്പക്കാരനെയാ. കിരണിനെ പോലെ നല്ല മനസ്സുള്ള നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ. അതവളുടെ ഭാഗ്യം തന്നെയാണ്. അതൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ശരിയാണമ്മേ, അമ്മ പറഞ്ഞ സത്യം തന്നെയാ. ദിലീപിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ ഈ ഇതിലൊന്നും കാണാനേ പറ്റില്ല. കാരണം അത്രയ്ക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എൻ്റെ മോളെ കൈവിടാതെ അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ ദിലീപ്. ആ ദിലീപിനെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഇനി അവൻ വരാതെ സൂക്ഷിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ വേലി പറയാണ്, എൻ്റെ അച്ഛൻ സങ്കടപ്പെടാതിരിക്കുക. അവൻ വരില്ല അച്ഛാ. അവൻ വന്നാല് അവനെ കുത്തി മലർത്താൻ നല്ല മൂർച്ചയുള്ള കടാര എൻ്റെ കയ്യിലുണ്ട്. അവനെ കാണേണ്ട താമസം. അവനെ ഞാൻ വെട്ടി നുറുക്കും എന്നൊക്കെ വേലും കൂടെ ഇതിൽ പറയാ. അപ്പോഴേക്കും രതീഷൻ സംസാരിക്കുകയാണ്, അതെ അച്ഛാ, അവൻ്റെ കാര്യം വിട്ടേര്. പന്തലിന് ചുറ്റും ആൾക്കാരുണ്ടാകും, എല്ലായിടത്തും ഇനി കണ്ണുകളുണ്ടാകും. കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടക്കും. അതിലും യാതൊരു തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പ്രകാശിന് വാക്ക് കൊടുക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. അപ്പോൾ കാർത്തികയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാർത്തിക ഒരുക്കുമ്പോഴും കാർത്തികയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കണ്ണാടി നോക്കി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കാർത്തിക അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കല്യാണി ചോദിക്കണം, എന്താ ചേച്ചി മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നൊരു നല്ലൊരു ദിവസമല്ലേ, ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണല്ലോ. എന്തിനെക്കുറിച്ച് ഓർത്തിട്ടാ? ഗംഗാപ്രസാദിനെ കുറിച്ച് ഓർത്തിട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വിട്ടു പോകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ സങ്കടം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും രണ്ടും ഉണ്ട്. നിങ്ങളെയൊക്കെ വിട്ടു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എൻ്റെ അമ്മയെ പിരിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് നിൽക്കാൻ പോവാ. എനിക്കൊന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി വരുന്നത്. അപ്പോൾ ലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടോ, ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണെന്ന്. എന്തിനാ മോളെ, എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഗംഗാപ്രസാദ് സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ പൊന്നു മോളെ, അമ്മ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് നിന്റെ കല്യാണം. അത് നടക്കാനായിട്ട് പോവാണ്. ഇത്രയും നാള് നീ കല്യാണം
വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടന്നത് ആ ഗംഗാപ്രസാദിനെ പേടിച്ചിട്ടാ. അവൻ നിന്റെ ജീവിതത്തിൽ കയറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നിനക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അല്ലെങ്കിലേ ഇവരെക്കാലം മുന്നേ നീയാണ് കല്യാണം കഴിക്കേണ്ടതായിരുന്നത്. അപ്പൊ പിന്നെ എപ്പോഴേ പിരിഞ്ഞിൽക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട മോളെ, ധൈര്യമായിട്ടിരിക്കുക. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലേ കല്യാണ പന്തലിലേക്ക് പോകണം. എത്രയും പെട്ടെന്ന് പോകണം നമുക്ക്. ദിലീപൊക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി എന്നൊക്കെ ഇങ്ങനെ പറയാ. ആ ശരി അമ്മേ, ധൈര്യമായിട്ടിരിക്കും മോളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും കണ്ടോ കാർത്തികേ, ആൻറ്റിക്ക് വരെ ഒരു ടെൻഷനും ഇല്ല. ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ നീ എന്തിനാണ് കാർത്തിക ടെൻഷൻ അടിക്കുന്നത്? അമ്മക്കൊരു പേടിയില്ലല്ലോ. അമ്മക്ക് പേടിയില്ലെന്ന് ചുമ്മാ അഭിനയിക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ മുഴുവനും പേടിയാണ്. പക്ഷേ നമ്മളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. ടെൻഷനൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. ചെയ്താലും നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു സെൽഫി എടുത്താലോ? കണ്ണാടി ഒന്ന് നോക്കി, സുന്ദരിയായിട്ടുണ്ടോ? അപ്പോൾ കാർത്തിക സുന്ദരിയായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുകയാണ്. അപ്പോഴും നമ്മുടെ അമ്മലൂനാണെങ്കിൽ ആകെ അരിശവും വരുന്നുണ്ട്. അപ്പം അമ്മലു ആണെങ്കിലും അവൻ വരട്ടെ ചേച്ചി, ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നത്. അവൻ കാരണമാണ് എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതേ അത് എന്നെയാണ്. ആ അച്ഛനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവനെ ഞാൻ വിടില്ല ചേച്ചി. അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ കൈ തന്നെ കൊണ്ട് ചാകുമെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അമല് പറയാ. അങ്ങനെ അവര് ശരി, ഇനി ഈ സംസാരം ഇവിടെ സംസാരിക്കണ്ട, നമുക്ക് ഉടനെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടുകളെല്ലാം ചെയ്യുകയാണ്. ഇപ്പോൾ കാർത്തികയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിനെ തന്നെ. അപ്പോൾ ദിലീപാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പെടുത്ത് ഈ ദക്ഷിണയൊക്കെ കൊടുക്കാൻ വേണ്ടി നേരെ വരിക. അപ്പം അമ്മയുടെ മുഖത്ത് ഭയങ്കര സങ്കടം. അപ്പോൾ ദിലീപ് ചോദിക്കണം, എന്തിനാ അമ്മ സങ്കടപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളുടെ കിടപ്പവസ്ഥ. എനിക്കിതല്ലാതെ വേറൊരു നിവൃത്തിയില്ല മോനെ. എന്നാലും അമ്മയ്ക്ക് ടെൻഷനാ മോനെ. എങ്ങനെ സന്തോഷിക്കാനായിട്ട് പറ്റും? നിന്റെ കല്യാണം ഇങ്ങനെയാണോ നടക്കേണ്ടത്? എല്ലാവരും മുന്നിൽ ആഡംബരമായിട്ട് നടക്കേണ്ട കല്യാണം അല്ലേ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു മോനെ. അമ്മ സങ്കടപ്പെടേണ്ട. ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം. ഇത്രയും പേരുണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാർ കുറച്ച് പേരുണ്ട്. പിന്നെ കല്യാണം നടക്കുന്ന കാര്യം ഇവിടെ ഇപ്പോൾ ആർക്കും അറിയില്ല, നാട്ടുകാർക്ക് പോലും അറിയില്ല. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഗംഗാപ്രസാദ് സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് അവൻ ആ കല്യാണ പന്തലിലേക്ക് വരാനും പോകുന്നില്ല. പിന്നെ ചെറിയൊരു കല്യാണ പന്തലല്ലേ, അവിടെ നമ്മളെപ്പോലുള്ളവർ കല്യാണം നടത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആരും. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും കൂട്ടുകാരാണെങ്കിൽ അമ്മേ, ദിലീപിനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? ഇത് കണ്ടില്ലേ, ഇവൻ ഒരുപാട് തിരക്കുകളുണ്ട്. ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ഇവൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. ഇനി അമ്മ പേടിക്കണ്ട. അമ്മയുടെ വീട്ടിലേക്ക് ഒരു മരുമകളും കൂടി വരാനായിട്ട് പോവാണ്. അമ്മ അപ്പം സന്തോഷിക്കണ്ടേ? അമ്മക്ക് കൂട്ടിനും സംസാരിച്ചിരിക്കാനും കൂട്ടുകൂടാനൊക്കെ ഒരാളും കൂടി വരാൻ പോവല്ലേ. അച്ഛൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂ. പക്ഷേ എന്നാലും ഈ കല്യാണം നടക്കണമേ, ആ ഒരു വാശി എനിക്കുണ്ട്. അവനെ ഇതുവരെയും പിടിക്കാനായിട്ട് പറ്റിയില്ല അമ്മേ. അമ്മ ഏതായാലും ദക്ഷിണ മേടിച്ച് എന്നെ അനുഗ്രഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് അമ്മയുടെ കയ്യിലേക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. അങ്ങനെ കാലിൽ വീണ് അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദിലീപിൻ്റെ ചെവിയിൽ അമ്മ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പേടിക്കണ്ട അമ്മേ, ഞാനില്ല അമ്മയുടെ കൂടെ, ഒന്നും സംഭവിക്കില്ല. ഈ കല്യാണം അടിപൊളിയായിട്ട് തന്നെ നടക്കും. കാർത്തികയുടെ കൈയും പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ വീട്ടിലേക്ക് കടന്നുകൂടി വരിക എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് അമ്മയെ പകുതിയോളം ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയും മുത്തശ്ശിയാണ്. അപ്പം പ്രകാശൻ പറയാണ്, ഇവർ എവിടെ പോയി കിടക്കുകയാണ്? അമ്മ നോക്കിയമ്മേ, സമയം ഒത്തിരിയായി, കല്യാണ പന്തലിലേക്ക് പോവണ്ടേ? ഇവരിത് എവിടെ പോയി കിടക്കുകയാണ്? പെട്ടെന്ന് വരാനായിട്ട് പറ. സമയം ഇനി വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ കൂടും. ആ ഒരു കണക്കിന് നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല ഈ കല്യാണത്തിനെ കുറിച്ച്. ഇനി കല്യാണ പന്തലിൽ ചെന്ന് അവിടെ ആഘോഷങ്ങളെല്ലാം കഴിയാൻ നേരത്ത് ആൾക്കാരറിയും ഏതായാലും കല്യാണം കഴിഞ്ഞെന്ന്. അങ്ങനെ കല്യാണം കഴിയുമ്പോഴേക്കും ഇനി അവരുടെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. അപ്പോൾ ഗംഗാപ്രസാദും അറിയാമല്ലോ കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം കഴിഞ്ഞതായിട്ട്. ഇനി കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ഗുലുമാല ഒപ്പിക്കാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പ്രകാശം പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ കാർത്തികയുടെ കൈയും പിടിച്ചിട്ട് നമ്മുടെ കല്യാണി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നതിനെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.